ഹായ് ഡിയേഴ്സ്, എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞാനിന്നൊരു പപ്പട സമൂസയുടെ റെസിപ്പിയും കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പം എന്നാൽ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനായിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നപ്പോൾ ഞാനൊരു വലിയ സവാള കുനുകുനാന്ന് കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതൊരു പരീക്ഷണമായിരുന്നു കേട്ടോ, അതുകൊണ്ട് തന്നെ ഞാൻ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇൻസ്റ്റയിലൊക്കെ അതുപോലെ പപ്പട സമൂസയുടെ കുറേ വീഡിയോസ് കണ്ടായിരുന്നു. അപ്പോൾ മുതലൊന്ന് ഉണ്ടാക്കി വെക്കാമെന്ന് അങ്ങനെ മക്കൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പരീക്ഷിച്ച് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ സവാള ഇട്ട് കൊടുത്തൊക്കെ നല്ലോണം ഒന്ന് വാടി വന്ന ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തതിൻ്റെ പച്ചമണം പോയതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാലപ്പൊടി, ഗരം മസാലപ്പൊടി. ഇതിൽ ഗരം മസാലപ്പൊടി മാത്രം 1/4 ടീസ്പൂൺ, ബാക്കിയുള്ളതെല്ലാം 1/2 ടീസ്പൂൺ വീതമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ അതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്യാൻ മറന്നുപോയി, പച്ചമുളക് ചേർക്കേണ്ടവർക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. പൊടികളൊക്കെ നന്നായി മൂത്ത് വന്ന ശേഷം നമുക്കിതിലേക്ക് ഒരു തക്കാളി കൂടി ചേർത്ത് കൊടുക്കുക. തക്കാളിയൊക്കെ നന്നായി വെന്ത് വരാനായിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇടയിൽ മൂടി തുറന്ന് ഇളക്കി കൊടുക്കുകയൊക്കെ വേണം കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളി ഇതാ വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് അത്യാവശ്യം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഈ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ പപ്പട സമൂസയാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ പപ്പടത്തിൽ അത്യാവശ്യം ഉപ്പ് ഉണ്ടാവും. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ ഞാൻ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചെടുക്കുമ്പോൾ ഉപ്പ് ചേർക്കാതെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഗ്രേവിയിലേക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഉപ്പൊന്ന് അതിലേക്കൊന്ന് പിടിച്ച് വന്നാൽ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക. മല്ലിയില ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി അങ്ങ് ഇളക്കി കൊടുക്കണം. മല്ലിയില മസാലയിൽ നന്നായിട്ടൊന്ന് മിക്സ് ആയ ശേഷം നമുക്കിതിലേക്ക് പുഴുങ്ങി പൊടിച്ചെടുത്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 2 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഉപ്പിടാതെയാണ് കേട്ടോ ഞാനത് പുഴുങ്ങിയിട്ടുള്ളത്. അതുകൂടി ചേർത്ത് കൊടുത്ത ശേഷം ഈ മസാലയും ഈ ഉരുളക്കിഴങ്ങും പാടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കൂടെയുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസും നിങ്ങൾ എഴുതി അറിയിക്കണം. ഇതപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. പപ്പട സമൂസയാണല്ലോ, അപ്പോൾ നമുക്കിനി ഇതുപോലെ കുറച്ച് പപ്പടം ആവശ്യമായിട്ടുണ്ട്. അതൊരു പപ്പടത്തിന് 2ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അത് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. ഒരു സമൂസയുടെ ഷേപ്പ് കിട്ടുന്ന വിധത്തിൽ ഒന്ന് മടക്കിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് ഇട്ട് കൊടുക്കുക. ഫില്ലിങ്സ് ഇട്ട് കൊടുക്കുമ്പോൾ വളരെ കുറച്ച് ഫില്ലിങ്സ് ഇതിലിടാൻ പറ്റുള്ളൂ കേട്ടോ. ഞാനെടുത്ത പപ്പടം ഒരുപാട് വലുതല്ലായിരുന്നു, ചെറുതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഫില്ലിങ്സ് ഇതിൽ വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് പപ്പട സമൂസ ട്രൈ ചെയ്യുന്നവർ കുറച്ച് വലിയ പപ്പടം എടുക്കാൻ നോക്കുക. അതുപോലെ തന്നെ പുതിയ പപ്പടം എടുക്കാൻ നോക്കുക കേട്ടോ. വടി പോലെ ആവാതെ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ളൊരു പപ്പടം നോക്കി എടുക്കുക. ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന കുറച്ചൊരു വടി പോലെയൊക്കെ ആയിട്ടുള്ളതായിരുന്നു കേട്ടോ. ഇതിപ്പോൾ നമ്മൾ സാധാരണ സമൂസ ഒട്ടിച്ച് കൊടുക്കുന്നത് പോലെ മൈദയുടെ ബാറ്റർ കലക്കി വെച്ചിട്ട് അതിൽ തന്നെയാണ് ഞാനിത് ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത്. ആദ്യം ഒട്ടാൻ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നി, പിന്നെ ഒട്ടിച്ച് വെച്ചപ്പോൾ അത് അങ്ങനെ ഒട്ടിയിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതുപോലെ ഓരോന്നും ചെയ്തെടുക്കുക. ഇതിലേക്ക് ഫില്ലിങ്സ് വെക്കുമ്പോൾ കുറേശ്ശെ വെച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ പിന്നെ വലിയ ബുദ്ധിമുട്ടില്ലാതെ ഒട്ടിച്ചെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ആദ്യം കാണിച്ച മെത്തേഡ് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇതുപോലെ കോണായിട്ട് ആദ്യം ഒരു കോണാക്കി എടുക്കുക. ആദ്യം ഒട്ടിച്ചിട്ട് ഒരു കോണാക്കി എടുക്കുക. അതുപോലെ ഒട്ടിച്ച് കൊടുത്തിട്ട് ശേഷം ഫില്ലിങ് നിറച്ചിട്ട് ആ അറ്റഭാഗം ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. അങ്ങനെ ചെയ്തെടുക്കുന്നതാണ് കുറച്ചുകൂടി എളുപ്പമായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ. ഓരോരുത്തർക്കും എങ്ങനെയാണോ എളുപ്പമായിട്ട് തോന്നുന്നത് അതുപോലെ ചെയ്തെടുക്കുക. ഈ സമൂസയുടെ അഭിപ്രായം ഞാൻ ലാസ്റ്റിൻ്റെ മോൻ പറയണത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്, മുഴുവനായിട്ട് കാണണേ. ഞാനിപ്പോൾ ഇത് മുഴുവനായിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ അത് ഉണ്ടാക്കാൻ വെച്ച സമയം കൊണ്ട് തന്നെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എണ്ണ നല്ല ചൂടായി ഇരിക്കുന്ന എണ്ണയിലേക്ക് തന്നെയാണ് ഇത് ഇട്ട് കൊടുക്കേണ്ടത്. പക്ഷേ എണ്ണയ്ക്ക് ഇട്ട് കൊടുക്കൽ കഴിഞ്ഞ ശേഷം ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ നിന്നും കുറച്ച് വെക്കണം. അത് പപ്പടമല്ലേ, അപ്പോൾ പെട്ടെന്ന് തന്നെ ആയി വരും, ഒരുപാട് സമയമൊന്നും എടുക്കുന്നില്ല, വേഗം തന്നെ ആയി വരുന്നുണ്ട് കേട്ടോ. ഒന്നങ്ങ് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഇട്ട് കൊടുത്തത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അത് ഞാൻ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്.
അതുപോലെ തന്നെ രണ്ടാമത്തെ ട്രിപ്പും അതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡ് ആയി വരുമ്പോൾ മറ്റേ സൈഡ് തിരിച്ചിട്ട് കൊടുക്കുക. പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കണം. ഒരു ലൈറ്റ് ബ്രൗൺ കളർ കയറുന്നത് വരെ. നമുക്ക് പപ്പടമല്ലേ, ഒരുപാട് നേരമൊന്നും ഇപ്പോൾ നമുക്കത് ആവാനുള്ള സമയമൊന്നും വേണ്ട, വേഗം തന്നെ ആയി കിട്ടും കേട്ടോ. അപ്പം ഞാൻ രണ്ടാമത്തെ ട്രിപ്പും ഇതുപോലെ ഫ്രൈ ചെയ്ത് കോരി എടുത്തിട്ടുണ്ട്. അപ്പം അത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ പപ്പട സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പേഴ്സണലി മറ്റേ സമൂസനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് മറ്റേ സമൂസ തന്നെയാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. നമ്മുടെ വെജ് സമൂസ, ചിക്കൻ സമൂസയൊക്കെ അല്ലേ, അത് തന്നെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത്. പക്ഷെ മക്കൾക്ക് നല്ലപോലെ ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കാം. അനിയ എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? മറ്റേ സമൂസ പോലെ? പിന്നെ അതിനേക്കാളും ടേസ്റ്റ് ഉണ്ടോ? അതോ അതിൻ്റെ അത്ര ഇല്ലേ? അതെ. അപ്പോൾ അവരുടെ അഭിപ്രായം അതാണ്. എന്നാൽ ശരി, സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം. ബൈ.